ട്രംപിന് അടിതെറ്റി തുടങ്ങിയോ? എങ്ങനെയാണ് യു.എസും ഹൂതികളും തമ്മിലുള്ള യുദ്ധഘട്ടത്തിലെ നിർണായക വിവരങ്ങൾ മാധ്യമപ്രവർത്തകന് ലഭ്യമായത്? ദി അറ്റ്ലാന്റിക്കിൻ്റെ ചീഫ് എഡിറ്ററായ ജെഫ്രി ഗോൾഡ്സ്ബർഗിൻ്റെ വെളിപ്പെടുത്തൽ ട്രംപ് ഭരണകൂടത്തിന് മേൽ കനത്ത പ്രഹാരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാൾട്സ്, പ്രതിരോധ സെക്രട്ടറി ഹെഗ്സെത്ത് ഇങ്ങനെ അമേരിക്കയുടെ നിർണായക തീരുമാനങ്ങളിൽ പങ്കുവഹിക്കുന്ന പ്രധാനികളടങ്ങുന്ന ഗ്രൂപ്പിനാണ് ഗോൾഡ്സ്ബർഗ് അംഗമായത്. ഹൂതികളുമായുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ യമനിലേക്കുള്ള ബോംബാക്രമണം ഗ്രൂപ്പിൽ ചർച്ച നടന്നതായി പറയുന്നുണ്ട്. ചർച്ചയിൽ ട്രംപിൻ്റെ വാക്കുകൾക്ക് ജെ.ഡി. വാൻസ് പലതവണ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായും ഗോൾഡ്സ്ബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിഷയം പുറത്തറിഞ്ഞതോടെ ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്ന് വേണം കരുതാൻ. നിലവിൽ രണ്ടാം തവണ അധികാരത്തിൽ കയറിയ ട്രംപ് ലോകരാജ്യങ്ങളെ തൻ്റെ വരുതിക്ക് വരുത്താനുള്ള ശ്രമം നടത്തിപ്പോരുകയായിരുന്നു. തൻ്റെ നടപടിയിലൂടെ എല്ലാം കൈപ്പിടിയിലാക്കാനുള്ള ഗൂഢമായ ശ്രമത്തിൽ തിരിച്ചടി എന്നത് അപ്രസക്തമായിരുന്നു. എന്നാൽ ഈ വിഷയം ട്രംപിനെ വെട്ടിലാക്കുന്നുവെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്കിൾ വാട്സ് ഉൾപ്പെടെയുള്ള തൻ്റെ ദേശീയ സുരക്ഷാ സംഘത്തിൽ വിശ്വാസമുണ്ടെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോൻ ലീവിറ്റ് വിവാദത്തിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നുവെന്നായിരുന്നു രണ്ടാം ട്രംപ് ടൈമിൻ്റെ ഇടക്കാല പ്രവർത്തനങ്ങൾക്കെല്ലാം ന്യായമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അമേരിക്ക നടത്തിയ കുടിയേറ്റ നടപടികളടക്കം ഇത് പ്രകടമായിരുന്നു. എന്നാൽ മറ്റുള്ളവരെ നാടുകടത്തുന്നതിന് കാണിക്കുന്ന തിടുക്കവും ഉത്തരവാദിത്വവും എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വകാര്യതയിൽ കാണിക്കുന്നില്ല എന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഗോൾഡ്സ്ബർഗ് പുറത്തുവിട്ട വിവരങ്ങൾ യമനിലേക്കുള്ള ആക്രമണങ്ങളിൽ പ്രധാനമായും ഭരണകൂടം എടുക്കുന്ന ചില നീക്കങ്ങൾ ഗ്രൂപ്പിലൂടെ വാൻസ് ചർച്ച ചെയ്തിട്ടുണ്ട്. കൂടാതെ എയർ സ്ട്രൈക്കുകളും ചില പദ്ധതികളും ഉപയോഗിക്കേണ്ട ആയുധങ്ങളും ആക്രമണക്രമങ്ങളും എന്നിവ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിരുന്നു. ആക്രമണ സമയം വരെ ഗോൾഡ്സ്ബർഗ് പറഞ്ഞതോടെ കാര്യങ്ങൾ കയറി കൊളുത്തുകയായിരുന്നു. ലോകരാജ്യങ്ങളിൽ കേമനായി നിൽക്കുന്ന സർവ്വസന്നാഹവും കൈപ്പിടിയിലുള്ള രാജ്യമാണ് അമേരിക്ക. രാജ്യത്തിൻ്റെ പ്രധാനികളിൽ നിന്നും ഇത്തരം വീഴ്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്ന് വിമർശനം വന്നിരുന്നു. അതേസമയം ഈ വിഷയത്തെ ഡെമോക്രാറ്റുകൾ രാഷ്ട്രീയമായി ട്രംപിനെതിരെ പ്രയോഗിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാന വിവരങ്ങൾ എങ്ങനെയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇത്തരം ആപ്ലിക്കേഷനിലൂടെ ചർച്ച നടത്താൻ കഴിയുന്നതെന്ന് പൊതുവെ നിരീക്ഷണം വന്നിരുന്നു. ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനം യു.എസ് കോൺഗ്രസിൽ ഉന്നയിച്ച സെനറ്റിൻ്റെ മൈനോറിറ്റി ലീഡർ ചങ് ഷേമർ സർക്കാരിനെ നേരിട്ടുള്ള ചാനലുകളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ സിഗ്നൽ ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അന്വേഷണവും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിവാദ വിഷയത്തിൽ പ്രതികരിച്ച ട്രംപ് ഇക്കാര്യത്തെക്കുറിച്ച് തനിക്കറിവില്ലെന്നായിരുന്നു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. നിങ്ങൾ പറയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. സൈനിക ആക്രമണം എന്തായാലും വിജയകരമായിരുന്നതിനാൽ ഇക്കാര്യം ഒരു പ്രശ്നമാകുന്നില്ല എന്നാണ് ട്രംപിൻ്റെ വാദം. അതേസമയം യമനെക്കുറിച്ചുള്ള രഹസ്യ യുദ്ധ പദ്ധതികൾ ജെഫ്രി ഗോൾഡ്സ്ബർഗുമായി പങ്കുവച്ചു വന്ന റിപ്പോർട്ടുകൾ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് നിഷേധിച്ചു. എന്നാൽ വിഷയം കത്തി നിൽക്കുമ്പോഴും നേതാക്കളെല്ലാം ഇതിനെ നിഷേധിക്കുമ്പോഴും ഗോൾഡ്സ്ബർഗിൻ്റെ വാദം ശരിവയ്ക്കുകയാണ് വൈറ്റ് ഹൗസിൻ്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂഗ്സ് ഡെക്സ്. ഗോൾഡ്സ്ബർഗിനെ ഗ്രൂപ്പിൽ എങ്ങനെ ചേർത്തുവെന്ന് ഭരണകൂടം അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.